ഇതുകൊണ്ടോ 740 രൂപ വാട്ടർ സപ്ലൈ ബില്ലാണ്. ഇവന്മാര് കാണിക്കുന്നത് പോക്കൃത്തരമാണ്. പോക്കൃത്തരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പോക്കൃത്തരം. 14 വർഷമായി എന്റെ വീട്ടിൽ വെള്ളമില്ല. പാറമ്പുഴ മാമൂട് കവലയിൽ പാറമ്പുഴ എന്ന പ്രദേശത്ത് വെള്ളമില്ല. ഞങ്ങളുടെ പാറ കൊണ്ടാണ് ആ നാട്ടിലെയും ഈവൻ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നാട്ടിൽ ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾക്ക് അനുഗ്രഹീതമായി തന്നിരിക്കുന്ന പാറയാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങള് 40 വീട്ടുകാർക്ക് വാട്ടർ സപ്ലൈ കണക്ഷൻ തന്നു. 1 വർഷം വെള്ളം കിട്ടി. പിന്നെ 13 വർഷം ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് വളരെ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു വീട്ടുകാർ 10,000 രൂപയുടെ താഴെ 40 വീട്ടുകാര് 40 × 10,000 അത്രയും രൂപ ഞങ്ങൾ അടച്ച് പഴയ മീറ്റർ ചാക്കിനകത്ത് കെട്ടി കോട്ടയത്ത് വാട്ടർ സപ്ലൈ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ തന്നു. ഞങ്ങൾക്ക് 1 വർഷം മനോഹരമായിട്ട് വെള്ളം കിട്ടി. മെഡിക്കൽ കോളേജ് സെക്ഷനാണ്. അവസാനം ഞാൻ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ നാട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു 1 വർഷമായിട്ട് വെള്ളമില്ലെന്ന്. എന്റെ അമ്മ 14 വർഷം ഇതുപോലെ പൈസ അടച്ചതാണ്. ഇതുപോലെ എന്റെ അമ്മയ്ക്ക് ആകപ്പാടെ കിട്ടിയത് 1 വർഷമാണ് വെള്ളം. നിങ്ങൾക്കറിയാമോ, എന്റെ അമ്മ മരിച്ചുപോയി. ഇതുപോലെ പല അമ്മമാരും അവിടെയുണ്ട്. പാവപ്പെട്ടവരുണ്ട്, വികലാംഗരുണ്ട് ഞങ്ങളുടെ നാട്ടില്. ഞാന് മെഡിക്കൽ കോളേജ് സെക്ഷനുമായിട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ട് മര്യാദയ്ക്ക് ഉമ്മാരോട് പറഞ്ഞു നോക്കി. രക്ഷയില്ല. ലാസ്റ്റ് ഇവര് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവര് വാട്ടർ ബില്ല് ഞങ്ങൾക്ക് തന്നില്ല. ഇപ്പത്തെ വീണ്ടും അടച്ചിരിക്കുന്ന ഈ പൊട്ട പൈപ്പിന് 740 രൂപ അടയ്ക്കാനായിട്ട്. നിങ്ങൾക്കറിയാമോ, 13 വർഷം ഞങ്ങള് ഇതുപോലെ രൂപ അടച്ചു. ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. വാസവൻ ഞങ്ങളുടെ MLA ആയിരുന്നു. നിങ്ങൾക്കറിയാമോ, അവിടെ സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു വില്ല വന്നു. ഇവന്മാർക്ക് ഞങ്ങളുടെ ലൈൻ മുറിച്ച് അങ്ങോട്ട് കൊടുത്തു. അവിടെ പണിയാൻ വന്ന പണിക്കാർ പറഞ്ഞ് എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് ഇനി വെള്ളം കിട്ടിയായിരുന്നു. പാവപ്പെട്ട എന്റെ അയൽവാസികള് അത് കാര്യമാക്കി എടുത്തില്ല. അവരോട് തമാശ പറഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, അവര് അണ്ടർഗ്രൗണ്ട് വഴി മുറിച്ച് ഈ സ്കൈലൈൻ എന്ന വില്ലയിലോട്ട് കൊടുത്തു. പ്രിയപ്പെട്ട സ്കൈലൈൻ ഗ്രൂപ്പുകാരെ, നിങ്ങൾക്കറിയാവോ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നീ എത്ര ഉയർത്തി പറഞ്ഞാലും നിന്നെ താഴെ ഇറക്കും. ആ ബൈബിൾ വാക്യം നിങ്ങൾ ഓർത്തെടുക്കുക. പിന്നെ റോഷി അഗസ്റ്റിൻ MLA റോഷി അഗസ്റ്റിൻ മുൻ മന്ത്രിയോട് ഞാനൊരു കാര്യം പറയട്ടെ. താങ്കൾ എന്റെ ഒരു സുഹൃത്തായിരിക്കാം, പക്ഷെ എനിക്കത് പ്രശ്നമല്ല. എന്റെ 40 വീട്ടുകാരുടെ, എന്റെ ഉൾപ്പെടെയുള്ള 40 വീട്ടുകാരുടെ പ്രശ്നമാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളിത് കാണിച്ചിരിക്കുന്നത് വെറും വൃത്തികേടാണ്. അതുപോലെ തന്നെ നിങ്ങള് മനുഷ്യാവകാശ ലംഘനമാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ലൈൻ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അവിടെ വാസവൻ അറിയാതെ, MLA വാസവൻ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട ഇപ്പോഴത്തെ വാട്ടർ സപ്ലൈ മന്ത്രി, അതുപോലെ തന്നെ നാട്ടം സുരേഷ്, എന്റെ പ്രിയ സുഹൃത്ത്, നിങ്ങളോടൊക്കെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ വെള്ളം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാമോ? 14 വർഷമായി ഞങ്ങൾ ഇതുപോലെ പൈസ അടയ്ക്കാൻ തുടങ്ങിയിട്ട് നാണമില്ലേ വാട്ടർ സപ്ലൈ ഉദ്യോഗസ്ഥരെ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരുവനന്തപുരം വാട്ടർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടു. റോഷി അവിടെ മന്ത്രിയാണേലും നമുക്ക് സ്വാധീനമുണ്ട് വാട്ടർ സപ്ലൈയില്. പക്ഷെ അവര് ഒരു കാര്യം പറഞ്ഞു, അവർക്കെല്ലാം മനസ്സിലായി ഇത് അണ്ടർഗ്രൗണ്ട് കളിയാണ്. അവര് മെഡിക്കൽ കോളേജ് സെക്ഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാവങ്ങൾക്ക് ആഴ്ച 1 പ്രാവശ്യമെങ്കിലും വെള്ളം കൊടുക്കാൻ. അവർ കൊടുത്തില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് പറ? ഈ പൈസ അടയ്ക്കണോ? നിങ്ങൾക്കറിയാമോ വാട്ടർ സപ്ലൈ ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്കറിയാമോ, പഴയ ചാക്ക്, എന്റെ അമ്മ പഴയ മീറ്റർ ചാക്കിനകത്ത് കെട്ടി കോട്ടയത്ത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ട് തന്നിട്ടാണ് നിങ്ങൾ ഈ കണക്ഷൻ തന്നത്. നിങ്ങൾ അതെന്നാ പറഞ്ഞത്? പൈപ്പിനകത്ത് കല്ല് കയറിയിരിക്കാന്നല്ലേ പറഞ്ഞത്? ഇത് വളരെ പോക്കൃത്തരമാണ്. MM മണിയുടെ ഭാഷ എനിക്ക് പറയാനറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇതിന് എത്രയും വേഗം പരിഹാരം, മോൻസ് ജോസഫെ, നിങ്ങൾ ഇതിന്റെ പരിഹാരം കണ്ടെത്തണം. ബഹുമാനപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി. ഇതാണ് ഒരു പ്രവാസിയും
നാട്ടിലേക്ക് വരാത്തത്? നിങ്ങൾക്കറിയാമോ? എങ്ങനെ വരും നാട്ടിലേക്ക്?